പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ACNDST എന്ന ഗ്രൂപ്പിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ വിഷയം നാം ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറഞ്ഞാൽ നാം ഇന്നലെ ആരായിരുന്നു, ഇന്ന് നാം ആരാണ്, നാളെ നാം ആരായിത്തീരും. ഈ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ബഹുമാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയെ വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രാരംഭത്തിൽ നാം ഇന്നലെ എന്ന് പറഞ്ഞാൽ നാം ആരായിരുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി ചില സൂചനകൾ തരുവാൻ താല്പര്യപ്പെടുന്നു. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. എഫേസ്യർ 2-ന്റെ 11-12 നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവര്, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യര്, പ്രത്യാശയില്ലാത്തവര്, ലോകത്തിൽ ദൈവമില്ലാത്തവര് ആയിരുന്നുവെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം അന്ധകാരത്തിലായിരുന്നു എന്നാണ്. പ്രകാശം കാണുവാൻ നമുക്ക് കഴിഞ്ഞില്ല. അന്ധകാരത്തിൽ ഇരുന്ന ജനം എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ നമ്മെ കുറിച്ച് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, പണ്ടൊരിക്കല് ഒരു മനുഷ്യൻ ഈ കരണ്ടൊന്നുമില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ, നമുക്കറിയാം കറണ്ട് നമ്മുടെ ഒക്കെ കാലങ്ങളിൽ ആണല്ലോ കൂടുതലായിട്ട് മിക്കവാറും വീടുകളിൽ കറണ്ട് പ്രകാശമൊക്കെ വന്നത്. അതിനു മുമ്പ് നമുക്കറിയാം തീപ്പെട്ടിയും അതുപോലെ വിളക്കും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ കറണ്ട് ഇല്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് താൻ റൂമിലേക്ക് നോക്കിയപ്പോൾ ഇരുട്ടത്ത് ചെറുതായിട്ടുള്ള വെളിച്ചത്തിൽ ഒരു പാമ്പ് മൂലയിൽ കിടക്കുന്ന കാഴ്ച കണ്ടു. ഒരു കഥയാണ് കേട്ടോ. താൻ ഓടി ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഓടി, വീട്ടിലൊരു പാമ്പുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ വെട്ടമൊന്നുമില്ല, മണ്ണെണ്ണയില്ലായിരുന്നു, അതുകൊണ്ട് വിളക്കില്ല, ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഓടി. അപ്പോ ആൾക്കാരൊക്കെ കൂടി, എവിടെയാ പാമ്പ്? ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ, ഞാൻ കിടന്ന റൂമിനകത്താണ്, ആ മൂലയിൽ ഇങ്ങനെ ചുരുണ്ട് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അടുത്ത അയൽവാസികൾ ടോർച്ച് കൊണ്ടുവന്നു. ടോർച്ച് അടിച്ച് അവരും ഭയപ്പെട്ട് പേടിച്ച് വരുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഇത് അവിടെ ആ മൂലയിലാണെന്ന് പറഞ്ഞു. അവിടെ നോക്കിയപ്പോൾ ഒരു കയറ് ചുരുണ്ട് കിടപ്പുണ്ട്. ഈ കയറ് കണ്ടുകൊണ്ടാണ് ഓടിയത്. അന്ധകാരത്തിൽ പലതും വ്യക്തമല്ല. അന്ധകാരത്തിൽ നമ്മൾ പലതിനെയും ഭയപ്പെടും. ഒരു പ്രകാശം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണെന്നുള്ള വ്യക്തത നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് സുവിശേഷം അറിഞ്ഞിട്ടുള്ളവരും സുവിശേഷം അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം. സുവിശേഷം ഒരു ദിവ്യ പ്രകാശമാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് യാഥാർത്ഥ്യം, എല്ലാറ്റിനെ കുറിച്ചുമുള്ള ഒരു വ്യക്തത നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പം പണ്ട് നമ്മൾ അന്ധകാരത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. അന്ന് നമ്മള്
വ്യർത്ഥ പാരമ്പര്യത്തിൽ ജീവിച്ചവരായിരുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പ് എന്നാണ് പണ്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ അന്ന് നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നാണ് മുൻപത്തെ നമ്മുടെ അവസ്ഥ. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവൻ, വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യര്, പ്രത്യാശയില്ലാത്തവര്, ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ. വളരെയധികം വിശദീകരിക്കേണ്ടതാണ്. പറയുമ്പോൾ തന്നെ എൻ്റെ മാന്യ സ്നേഹിതർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയും. കാരണം മുമ്പുള്ള നമ്മുടെ അവസ്ഥ വ്യർത്ഥമായിട്ടുള്ള പാരമ്പര്യത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടന്ന അവസ്ഥ, പലതിനെയും ഭയപ്പെട്ട അവസ്ഥ, എന്താണ് യാഥാർത്ഥ്യമെന്ന് കാണുവാൻ കഴിവില്ലാതെ ഒരു ടോർച്ച് നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്ന അവസ്ഥ. എന്ന് പറഞ്ഞാൽ പ്രകാശം, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സത്യവചനമാകുന്ന പ്രകാശം നാം കാണാതിരുന്ന, നമുക്കില്ലാതിരുന്ന, നാം കേൾക്കാതിരുന്ന ഒരു അന്ധകാര യുഗത്തിൽ, അന്ധകാര കാലയളവിൽ പാരമ്പര്യത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി ഭയപ്പെട്ട് മതം പറയുന്നത് എന്തും ചെയ്യുവാൻ തയ്യാറായി. അവരങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. ആ മല കയറ് എന്ന് പറഞ്ഞാൽ അവര് പല മലകൾ കയറും. ബൈബിൾ പറയുന്നുണ്ട്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് യേശു പഠിപ്പിച്ചു. അപ്പോ പണ്ട് നമ്മുടെ അജ്ഞാത കാലം എന്ന ബൈബിൾ മറ്റൊരു വാക്യം പറയുന്നു. നമുക്കറിവില്ലാത്ത കാലം, നമ്മൾ ആവശ്യമില്ലാത്തതിനെല്ലാം കോപിച്ച കാലം, മനുഷ്യരോട് സൗമ്യതയോടെ ഇടപെടുവാൻ അറിവില്ലാഞ്ഞ കാലം, വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ ജീവിച്ച കാലം. എന്നാൽ ആ പഴയ കാലം നാം പൂർണ്ണമായി വിട്ടുകളഞ്ഞവരാകണം ആയി ഇരിക്കുന്നു എന്ന് നമുക്ക് മാത്രമല്ല, നമുക്ക് മറ്റുള്ളവർക്കും കൂടെ ബോധമാകും. സാധാരണ ഒരു വീട്ടിൽ നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചക്ക, അത് പഴുത്താൽ അവിടെ ഉള്ളവർക്കറിയാം, നാട്ടുകാർക്കും അറിയാം, അവിടെ ഒരു ചക്ക പഴുത്തിട്ടുണ്ട്. പച്ചച്ചക്ക നമ്മൾ സാധാരണ കൊട്ടി നോക്കാറുണ്ട്. കൊട്ടി നോക്കുന്ന പഴുത്താണോ എന്നാ. നമ്മൾ വളരെ ശക്തമായിട്ട് കൊട്ടാൻ പറ്റില്ല, കാരണം അതിന്റെ പുറം മുഴുവൻ മുള്ളിന്റെ ഒരാവരണം ഉണ്ടല്ലോ. പഴുത്താണെങ്കിൽ നമ്മൾ കൊട്ടാം, ആ മുള്ളിന്റെ കഠിനത കുറയുകയാ, മുള്ള് താഴുകയാ. നമ്മൾ പിടിക്കുന്ന മറ്റുള്ള സമ്മർദ്ദം വരുമ്പോൾ മുള്ള് താഴേക്ക്, ആ സമ്മർദ്ദം അനുസരിച്ച് അത് താഴേക്ക് പോകും, ഇങ്ങോട്ട് പ്രതികരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പഴുത്തതാണെങ്കിൽ നമുക്കറിയാം, നാട്ടുകാർക്കറിയാം, മറ്റുള്ളവരുടെ സമ്മർദ്ദം മറ്റുള്ളവർ വന്ന് കൊട്ടിയാൽ അറിയാം, അത് പ്രതികരിക്കില്ല. അപ്പൊ യഥാർത്ഥമായിട്ട് മുൻപ് ഉള്ള അവസ്ഥയല്ല പിന്നീടുള്ള അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നലെ നാം ആരായിരുന്നു എന്നുള്ള ഒരു പ്രാവശ്യം കൂടെ വാക്യം വായിക്കുന്നു. നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികൾ ആയിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ കോപത്തിന്റെ മക്കൾക്ക് ഇന്നും ബൈബിൾ എടുത്താലും അവർക്ക് ദൈവമില്ല. അവർ വാഗ്ദത്തത്തിന് അന്യപ്പെട്ടവരാണ്. അവരിന്നും ജാതികളാണ്. അവരിന്നും ജഡീകന്മാരാണ്.
ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാനെങ്കിലും. അപ്പോൾ ഇന്നലെ നാം അങ്ങനെയായിരുന്നു. ഇനി രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ നാം ആരാകുന്നു? ഒരു വാക്യം പ്രിയ സ്നേഹിതന്റെ മുൻപിലേക്ക് തരുവാൻ താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് നാം ഉയർത്തപ്പെട്ടു. താഴ്ത്തപ്പെടുകയല്ല, ഉയർത്തപ്പെട്ടു. എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എങ്ങനെയാണ് ദൈവമക്കളാകാൻ നമുക്ക് അവസരം ലഭിച്ചത്? അത് അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുമ്പോൾ കാണാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പൊ മാനസാന്തരവും പാപമോചന സ്നാനവും അതിനോടൊപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പം ദൈവമക്കളാകണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം, ദൈവവചനം അനുസരിക്കണം, മാനസാന്തരപ്പെടണം. മുൻപ് നാം ജഡികന്മാരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, വാഗ്ദത്തത്തിന് അന്യപ്പെട്ടവരായിരുന്നു, അതുപോലെ തന്നെ അന്ധകാരത്തിലായിരുന്നു, വ്യർത്ഥമായിട്ടുള്ള പിതൃ പാരമ്പര്യത്തിൽ ജീവിച്ചവരായിരുന്നു. ഇന്നു നാം ദൈവമക്കൾ എന്നുള്ള ഒരു പദവിയിലേക്ക് കൃപയാൽ ഉയർത്തപ്പെട്ടു. അത് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എഫേസ്യർ 2:4 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയെ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കൃപയാൽ അത്രയെ നാം രക്ഷിക്കും. കൃപയാൽ, കർത്താവിന്റെ കരുണയുടെ സമ്പത്തിനാൽ, അവന്റെ കരുണയുടെ ബഹുത്വത്താൽ നാം രക്ഷയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. നാം ദൈവഭവനത്തിലേക്ക്, ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മൾ ഈ ഭൂമിയിലാണെങ്കിലും ഇപ്പോഴും സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൊലോസ്യർ 3:5 മുതൽ ചില വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 5 മുതൽ ഉള്ള വാക്യങ്ങൾ ദയവായിട്ട് എൻ്റെ മാന്യ സ്നേഹിതർ ശ്രദ്ധിച്ചാലും. നിങ്ങൾക്കറിയാം എങ്കിൽ തന്നെയും ഞാനത് വായിക്കുന്നു ഇതിനോടുള്ള ബന്ധത്തിൽ. ആകയാൽ ദുർനടപ്പ്, നമ്മളിന്ന് ആരാ? ദൈവമക്കളാ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം ഉണ്ടോ? ദൈവമക്കളായിരിക്കുന്നവര് വായിൽ നിന്ന് വരുന്ന ദൂഷണം ദൈവമക്കൾക്കില്ല, ഉണ്ടാകില്ല. വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം,
ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം പോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യൻ ഉരിയപ്പെട്ടവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനൻ യഹൂദൻ എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർവരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും, ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ, ശ്രദ്ധിക്കണേ, ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യൻ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലും ഏക ശരീരം എന്നുള്ള ബോധത്തോടെയും പോകുവാൻ നാം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ അതിനല്പം പോലും വില കൊടുക്കാതെ അതിനെ തള്ളി മാറ്റി, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ 100% പൂർണ്ണനാണ്, എനിക്കാരുടെയും കാല് പിടിക്കണ്ട, ഞാൻ ഒരുവരെയും അംഗീകരിക്കില്ല, എനിക്കൊരുത്തന്റെയും നിർദ്ദേശങ്ങൾ വേണ്ട, ഇതൊക്കെ ജഡമനുഷ്യരുടെ, ലോകമനുഷ്യരുടെ, സാത്താന്റെ സന്തതിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, നാം അന്യോന്യം പോരിന് വിളിക്കരുത്. നാം അന്യോന്യം ഏക ശരീരമാണ്, അതിനായി വിളിക്കപ്പെട്ടവരാണ് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചുവല്ലോ, ഞാൻ ചുരുക്കമായി ചില കാര്യങ്ങളാണ്, ബൈബിളിൽ ധാരാളം വചനങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഒന്നാമത് നാം ചിന്തിച്ചു, നാം ആരാണ്? നാം ആരായിരുന്നു? നാം ഈ ലോകത്തിൽ ജഡീകരും, ജാതികളും, ദൈവമില്ലാത്തവരും, വാഗ്ദത്തത്തിന് അന്യപ്പെട്ടവരും, അന്ധകാരത്തിൽ ജീവിച്ചവരും, പ്രാകൃത മനുഷ്യരും, അതുപോലെ വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ മാത്രം ജീവിച്ചവരും ആണ്. ഇന്ന് നാം ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. ദൈവമക്കൾ എന്നുള്ള ആ പദവിയിലേക്കും രക്ഷ എന്നുള്ള ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ കരുണയോടെ തന്റെ കൃപ നിമിത്തം നാം രക്ഷിക്കപ്പെട്ടവരുമാണ് എന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞു. നാളെ നാം ആരായി തീരുവാൻ പോകുന്നു? നാം മൂന്നാമത്തെ വിഷയം, നാം ആരാണ്? നാളെ നാം എന്തായിത്തീരും? ഇന്നലെ നാം ആരായിരുന്നു? ഇന്ന് നാം ആരാണ്? നാളെ നാം ആരായിത്തീരും? അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, ഇന്നലെ നാം ജഡീകരും, ജാതികളും, അന്ധകാരത്തിൽ ജീവിച്ചവരും, കോപിക്കുന്നവരും, അതുപോലെ വ്യർത്ഥമായിട്ടുള്ള പിതൃപാരമ്പര്യത്തിൽ ജീവിച്ചവരാണ്. നമുക്കറിയാം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ എന്നുള്ള വാക്യം നമ്മൾ അറിയണം. എന്നാൽ നാളെ നാം ആരായിത്തീരും? 1 യോഹന്നാൻ 3:2-3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും
എന്നു നാം അറിയുന്നു. POC ബൈബിളിൽ ഇങ്ങനെയാണ്: നാം എന്തായിത്തീരും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, എങ്കിലും നാം ഒരു കാര്യം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. ഉണ്ടോ? അപ്പോൾ നാം അവിടുത്തെ പോലെയാകും. ഹല്ലേലൂയ. നാം ക്രിസ്തുവിനോട് സദൃശ്യന്മാരാകും. ഇന്നലെ നാം ആരായിരുന്നു എന്ന് നമ്മൾ കേട്ടു. ഇന്ന് നാം ആരാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. നാളെ നാം ആരായിത്തീരുവാനുള്ളവരാണ് എന്നുള്ള ബോധവും നമ്മളിൽ ഉണ്ടാകണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത, അത് പറഞ്ഞാൽ വ്യർത്ഥവും പിതൃ പാരമ്പര്യമായി നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നാം അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം, രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. വിശുദ്ധ വംശമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ആമേൻ. ഹല്ലേലൂയ. റോമർ 8-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങള് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കുകയാണ്. ദൈവമക്കൾ ശ്രദ്ധിച്ചാലും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെയും എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. നമ്മുടെ സ്വർഗീയ അവകാശികളാ. നാം അത് പ്രാപിക്കാൻ പോകുന്നവരാ. നാം നാളെ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ പലതുമുണ്ട്. ഹല്ലേലൂയ. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. പിന്നെ പറയുകയാണ് 18-ാം വാക്യം: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. നാം ആരാണ്? നമുക്ക് ഇനിയും ഒരു തേജസ് വെളിപ്പെടാനുണ്ട്. ഇവിടെ ദൈവമക്കളായി വീണ്ടെടുപ്പ് പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ചാൽ ഒരു വലിയ തേജസ്, ഹല്ലേലൂയ, കനവേറിയ ഒരു തേജസ് നാം പ്രാപിക്കുവാൻ പോകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് ബലമേറിയ ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നാം ക്രിസ്തുവിനോട് സദൃശന്മാരായി തീരും. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് അതെങ്ങനെ പ്രാപിക്കും? ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരായി നാം ഭാവിയിൽ തീരുവാനുള്ളവരാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. സൃഷ്ടി ദൈവത്തിന്റെ ദ്രവ്യത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അദ്രവത്വത്തിൽ ജീവിക്കുന്നവരാ. അദ്രവത്വം മാറും. ഇപ്പോൾ നമ്മൾ ബലഹീനതയിൽ ജീവിക്കുന്നവരാ.
നാം തേജസ് പ്രാപിക്കും. നമ്മളിപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ അദ്രവത്വത്തിൽ ജീവിക്കുമ്പോൾ നാം ഇനി ദ്രൈവത്വത്തിൽ ജീവിക്കുമ്പോൾ നാം ഇനി അദ്രവത്വം പ്രാപിക്കുവാനിടയായി തീരും. അതാണ് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസ്യത്തിൽ, നമ്മളിപ്പോൾ ദൈവത്വത്തിന്റെ ദാസ്യത്തിലാണ് ജീവിക്കുന്നത്. ദാസ്യത്തിൽ നിന്നും തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം നാളെ എന്തെല്ലാം ആയിത്തീരുമെന്ന് അനവധി തിരുവചന തെളിവുകളിലൂടെ എടുത്തു കാണിക്കുവാനുണ്ട്. സമയത്തിന്റെ അല്ലെങ്കിൽ ഈ മെസ്സേജിൻ കുറച്ചങ്ങ് നീണ്ടുപോകും, ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കില്ല എന്നെനിക്കറിയാം. നാം അന്ധകാരത്തിൽ 40 പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമാകും. ദാനിയേൽ പ്രവചനം 7:18 വായിക്കുമ്പോൾ അത്യുന്നതന്റെ വിശുദ്ധന്മാർ ഈ ഭൂമിയെ ഭരിക്കുമെന്ന് പറയുന്നു. നാം ഈ ലോകം ഭരിക്കാനുള്ളവരാ. അല്പത്തിൽ വിശ്വസ്തരായിട്ടുള്ളവരെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നാം ഈ ലോകത്തെ ഭരിക്കും. നാം നിത്യമായി വാഴുവാനുള്ളവരാ. മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, നെടുവീർപ്പില്ലാത്ത സുന്ദരമായ ഒരു ജീവിതം സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നാം വാഗ്ദത്തത്തിന് അന്യപ്പെട്ടവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, ജാതികളായിരുന്നു, ജഡീകന്മാരായിരുന്നു. കരുണാസമ്പന്നായ ദൈവമോ തന്റെ രക്തത്താൽ നമ്മളെ വിളിച്ച് വേർതിരിച്ച് അവന്റെ സ്വന്തം മക്കളാക്കി അവന്റെ നാമം നമുക്ക് നൽകി. അവന്റെ നാമത്തിന് വേണ്ടി വിശ്വസ്തമായിട്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് കൃപ നൽകി. വീണ്ടും അനവധി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. നമുക്ക് ലഭിച്ച ഭാഗ്യപദവി ഓർത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായി മറുത്തു മത്സരിക്കാതെ സഹോദരന്മാരെ സ്നേഹിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.